ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിടക്കാച്ചി വീഡിയോ ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ നല്ല ചൂടുണ്ടല്ലേ, എല്ലാവരുടെയും വീടുകളിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഫാൻ ഇടാണ്ടൊന്നും പിരിക്കാനേ പറ്റില്ല. ഫാൻ ഇട്ടാൽ തന്നെ എന്താ, സീലിംഗ് ഫാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ ഡോറ് കടന്ന് കിടക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനലും വിൻഡോസ് കടന്ന് കിടക്കാന്നുണ്ടെങ്കിൽ അത് ചൂട് കുറച്ച് കൂടാനേ ചാൻസ് നമ്മുടെ റൂമിലല്ലേ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളൊരു ചെറിയ ടിപ്പാണ് നമ്മൾ പറയാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് പക്ഷേ എ സിയാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ട ഒരു മാർഗ്ഗം സത്യത്തിൽ. പക്ഷേ എല്ലാവരുടെയും വീട്ടിൽ എ സിയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എ സി വാങ്ങിച്ചാൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസം നല്ല രീതിക്ക് കറണ്ട് ബില്ലും വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എ സിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്നാലും കുറേയൊക്കെ ചൂട് നമുക്ക് കളയാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കാണ് അപ്പം കൊടുക്കുക. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലെ ജനലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജനലും വാതിലും കാര്യങ്ങളൊക്കെ അതൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നിടാം. ഓക്കെ, രാവിലെ ഒരു 5 AM അല്ലെങ്കിൽ ഒരു 4 AM ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്ക് തുറന്നിട്ടിട്ട് ഒരു 7 AM ഒക്കെ വരെ തുറന്നിടാം. അപ്പോൾ അങ്ങനെ തുറന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ നമുക്ക് പുറത്ത് കിട്ടുന്ന നല്ലൊരു വായുവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്കും കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും, നല്ലൊരു തണുപ്പ് കിട്ടും. ഓക്കെ, നമ്മുടെ റൂമിൽ തണുപ്പ് കിട്ടും. പക്ഷെ നമുക്കറിയാം നമ്മളാരും ആ ടൈമിൽ എണീക്കാറില്ല. അപ്പോൾ നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ പപ്പയുടെ അടുത്തോ മമ്മിയുടെ അടുത്തോ അങ്ങനെ ആരുടെ അടുത്തൊന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വാതിലും ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് സെറ്റാക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ റൂമിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ തണുപ്പും കാര്യങ്ങളൊക്കെ നിൽക്കും. ഇതൊക്കെ ഞാൻ എ സി ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് പറയണത്. ഓക്കെ, എ സി ഉള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല, അപ്പോൾ എ സി പുറത്തേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ എ സി ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ റൂം തുടയ്ക്കുമല്ലോ, നമ്മുടെ എല്ലാ ഫ്ലോറും കാര്യങ്ങളൊക്കെ തുടയ്ക്കുമല്ലോ. അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാ വെള്ളം വെച്ച് തുടയ്ക്കാണ്ട് കുറച്ചും കൂടി കോൾഡായിട്ടുള്ളൊരു വെള്ളം വെച്ച് തുടയ്ക്കാൻ നോക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് ഐസൊക്കെ ഇട്ട് കുറച്ചൊന്ന് കോൾഡാക്കാൻ നോക്കാം വെള്ളത്തിന്. എന്നിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു കോൾഡായിട്ടുള്ളൊരു ഫീൽ നമ്മുടെ ഫ്ലോറിൽ കിട്ടും. ഓക്കെ, ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല കോൾഡ് ഫീൽ ചെയ്യും. ആൾക്കാരൊക്കെ ടൈൽസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ അത് നല്ലൊരു ടിപ്പായിരിക്കും. ഓക്കെ, നമ്മൾ തുടയ്ക്കുമ്പോൾ സാധാ വെള്ളം യൂസ് ചെയ്യുമ്പോൾ അതിന് പകരം കുറച്ചുകൂടി തണുത്ത വെള്ളം യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ നെക്സ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു തുണി നനഞ്ഞ തുണി തൂക്കിയിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ആ തുണിയുടെ തണുപ്പ് കാരണം നനവ് കാരണം നമുക്ക് നല്ലൊരു തണുത്തൊരു വായു നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ, തണുത്തൊരു കാറ്റ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അതൊക്കെ നല്ലതായിരിക്കും. രാവിലെ ചെയ്തിടാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ വിൻഡോ ഒക്കെ മാക്സിമം തുറന്നിടാൻ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ അപ്പോൾ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ റൂമിനകത്തേക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ ലീഫ് കുറച്ച് കൂടുതലുള്ളത് വാങ്ങാം. പൊതുവെ എല്ലാവരും 3 ലീഫ് ആയിരിക്കും നോർമൽ എല്ലാ വീടുകളിലുള്ളത്. പക്ഷേ 4 ലീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു നല്ല കാറ്റ് കിട്ടും. അപ്പോൾ 4 ലീഫൊക്കെ ആക്കാൻ നോക്കാം. ഓക്കെ, 4 ലീഫ് ആക്കാൻ കറണ്ട് ആവശ്യം വലിയ കാര്യമായിട്ട് കൂടുമൊന്നുമില്ല. നിങ്ങളതൊന്നും ഓർത്ത് പേടിക്കേണ്ട. അപ്പോൾ എല്ലാവരും 4 സ്റ്റാർ 3 സ്റ്റാർ സംഭവം സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ കുറച്ച് കൂടിയത് വാങ്ങാൻ നോക്കാം. നല്ലത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറണ്ട് ആവശ്യമൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേബിൾ ഫാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ടേബിൾ ഫാൻ എന്ന് വെച്ചാൽ നമുക്ക് സീലിംഗ് ഫാനേക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു കാറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അടുത്ത് വെച്ച് നമുക്കത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. സീലിംഗ് ഫാൻ കുറച്ച് മുകളിലാണ്, പിന്നെ നമുക്കത് എന്തൊക്കെയാണെങ്കിലും ടേബിൾ ഫാനെ പോലെ അത്രയും കാറ്റ് നമ്മുടെ മുഖത്തേക്ക് ഡയറക്റ്റ് അടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ടേബിൾ ഫാൻ ഉള്ളവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഒരു തണുത്ത ഒരു ഐസിൻ്റെ എന്തെങ്കിലും ഒരു പീസ് അങ്ങനെ വല്ല തുണിയിൽ തൂക്കിയിടോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ബക്കറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ തണുത്ത വെള്ളം വെച്ചാൽ മതി അതിൻ്റെ ഫ്രണ്ടിൽ. അതായിട്ടൊരു കോൺടാക്റ്റ് വരണം, അതിൻ്റെ കാറ്റും ഒരു തണുത്ത വെള്ളമായിട്ട് കോൺടാക്റ്റ് വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഡയറക്റ്റ് അടിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നമുക്കൊരു ഫീൽ കിട്ടും, നല്ല തണുത്തൊരു കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് വളരെ നല്ലതാണ്. എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ രാവിലെ നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടില്ല, അതുപോലെ തന്നെ രാത്രി നമ്മൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു 7 PM ഒക്കെ ആകുമെങ്കിലും തുറന്നിട്ടിട്ടൊരു നമ്മൾ കിടക്കണ ഒരു ടൈം വരെയെങ്കിലൊക്കെ തുറന്നിടാം. നമ്മൾ വിൻഡോസ് ക്ലോസ് ചെയ്യണവരാണെങ്കിൽ ഞാൻ പറയണം, ക്ലോസ് ചെയ്യാത്തവരാണെങ്കിൽ ഓക്കെ, നമുക്ക് കണ്ടിന്യൂസ്ലി അത് ഓപ്പൺ ചെയ്തിടാമല്ലോ. ചിലവരൊക്കെ വിൻഡോസൊക്കെ മിക്കപ്പോഴും അടച്ചിട്ടിപ്പോൾ കിടക്കാറ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, അപ്പോൾ വിൻഡോസൊക്കെ അടച്ചിട്ടാണ് കിടന്ന് ഉറങ്ങാറ്. അപ്പോൾ ചിലവരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വിൻഡോസ് എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങണവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ചെയ്തൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂമിൽ നല്ല തണുപ്പുണ്ട്, ഒരു ചൂട് കുറവായിരിക്കും. പിന്നെ മാക്സിമം ഇടയ്ക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് വാഷ് ചെയ്യാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ചൂടൊക്കെ എടുക്കുമ്പോൾ വേണമെങ്കിൽ 2 baths in a day ഒക്കെ നല്ലതായിരിക്കും. ഓക്കെ, പിന്നത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മാക്സിമം റൂമിൽ വൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാൻ നോക്കി. പെയിൻറ്റും കാര്യങ്ങളൊക്കെ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളിലെയും നമ്മുടെ വീടിൻ്റെയൊക്കെ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ റൂമിന് നമ്മുടെ വീടിനൊക്കെ അത്യാവശ്യം ഒരു ചെറിയൊരു കൂളിംഗ് ഫീൽ തരും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു കാണുമെങ്കിൽ ഒരു കൂളിംഗ് ഫീലൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം മാക്സിമം. ഓക്കെ, ബ്ലാക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാക്സിമം നമ്മുടെ റൂമിൽ കളയാൻ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണെങ്കിലും ഇനി മാക്സിമം നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോ കാണാം.